കൊന്നിച്ചുവ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 3 എപ്പിസോഡ് 10 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ചുരുക്കം പറഞ്ഞാൽ ഇത് മാൻഹോ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. കാര്യം ഇന്ന് നമ്മുടെ വീഡിയോ കാണാനായിട്ട് ഒത്തിരിയധികം പേരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എണ്ണം വളരെ കുറവാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഒരു 1K ലൈക്ക് നമുക്ക് ഈ ഒരു വീഡിയോക്ക് ടാർഗറ്റ് ഇട്ട് വെച്ചേക്കാം. എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമുക്ക് ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെയായിട്ട് ആർത്തർ തൻ്റെ ലൈറ്റ്നിങ്ങും ഫയറും വിൻഡും വാട്ടറും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ടോബിയുടെ ഒരു അപ്ഗ്രേഡ് വെർഷനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണയായിട്ട് അവർ രണ്ടുപേരുണ്ട്. പെട്ടെന്ന് ആർത്തർ അതിലൊരു ടോബിനെ അടിച്ച് പുറകിലേക്ക് വിടുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരുത്തം വന്ന് ആർത്തറിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ആർത്തർ അത് നൈസിൽ ഡോഡ് ചെയ്ത് മാറി. എന്നിട്ട് തിരിച്ച് ഒരു അറ്റാക്ക് ചെയ്തിട്ട് അവൻ്റെ കാൽ പിടിച്ച് നേരെ മറ്റു ടോബിയുടെ മേത്തേക്ക് ഇടുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അവർ രണ്ടുപേരെ നിസ്സാര സമയം കൊണ്ട് തന്നെ ആർത്തർ വീണ്ടും ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് എഞ്ചിനും ഗുഡ്സ്കയും അതല്ല ഗിഡിയനും അവിടെ ഉണ്ടായിരുന്നു. ഗിഡിയൻ പോയി ചോദിച്ചുന്നുണ്ട്, അല്ല നിനക്ക് ഉറപ്പല്ലേ നീ ഇഞ്ചേർഡ് ആണെന്ന്? ഞാൻ വീണ്ടും ആ ഒരു ബേറ്റിൽ തോറ്റു. നിനക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ? ആ ഒരു ഫൈറ്റിനെ എടുക്കാൻ എൻ്റെ എത്ര ഓട്ടാണ് എൻ്റെ ഫുഡ് വർക്ക് പോയത്. ഓ അങ്ങനെ ആയിരുന്നല്ലേ. ഞാനോർത്ത് നീ ടോബിയായിട്ട് ഇരുന്ന് ഡാൻസ് കളിക്കുവാണെന്ന്. എനിക്ക് മനസ്സിലായി നിനക്ക് മേരുന്ന്. പക്ഷേ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഫീഡ്ബാക്കോ എന്തെങ്കിലും? ഫീഡ്ബാക്ക് ടോബിയുടെ ജോയിൻസ് ഒക്കെ സത്യം പറഞ്ഞാൽ ശരിക്കും വീക്കാണ്. പിന്നെ ഈ മേജസിനെ പോലെ അവന് സ്പെൽസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് അതൊരു വലിയ ലിമിറ്റേഷൻ തന്നെയാണ്. അതേപോലെ തന്നെ അവൻ ഒഫൻസീവ് ഉള്ള എലമെന്റൽ മാജിക്കും ഇല്ലല്ലോ. അല്ല ടോബി സ്പാർ ചെയ്യുന്നത് അജൂമിനേറ്റർ ആയിട്ടാണ്, അല്ലാതെ ഡെവിലായിട്ടൊന്നും അല്ലല്ലോ. വേറെ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? പിന്നെ ഉള്ളത് സത്യം പറഞ്ഞാൽ ടോബിയുടെ ആ ഒരു മാന റീഎൻഫോഴ്സ്മെന്റ് കുറച്ചുകൂടെ വർക്ക് ചെയ്താൽ അതെന്തായാലും നല്ലതായിരിക്കും. വർക്കോ? അവിടെ തന്നെ പ്രശ്നം, അത് പെർഫെക്റ്റ് അല്ലേ? അല്ല സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ടോബി യൂസ് ചെയ്യുന്ന ഒരു ലെയറാണ്. അവൻ്റെ ബോഡിക്ക് ചുറ്റും ഒരു മാനമുള്ള ലെയർ ക്രിയേറ്റ് ചെയ്ത് അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഷെല്ല് പോലെ വർക്ക് ചെയ്യുന്നു. സംഭവം ഈസിസ്റ്റുമാണ്, അതുമല്ല അത് ഫാസ്റ്റസ്റ്റ് വേവ് ആണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ അത് വീക്കാണ്. അത് ഒരു അറ്റാക്ക് കിട്ടിയാൽ മാത്രം മതി അത് ഫുള്ളി തകർന്ന് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റൊരെണ്ണം യൂസ് ചെയ്യുന്നതിന് പകരം പല മൾട്ടിപ്പിളുള്ള പ്ലേറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാര്യം അതിന് അത്യാവശ്യം നല്ല ഡിഫൻസീവ് ഉള്ള പവറും കാണും. ഇനി ഒരു അറ്റാക്ക് വന്നാൽ ആ ഒരു പർട്ടിക്കുലർ പ്ലേറ്റ് മാത്രമേ പൊട്ടിപ്പോകത്തുള്ളൂ. അതാകുമ്പോൾ ടോബിക്ക് കുറച്ചുകൂടെ നേരെ നിൽക്കാൻ സാധിക്കും. അതുമല്ല ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാനയുടെ കൺസപ്ഷനും പിന്നെ ഡ്രോയിങ് എക്സ്പെൻസും ഇതെല്ലാം നന്നായിട്ട് കുറയുകയും ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ പുതിയ വാരിയർ അവിടെ ആ ഒരു പർട്ടിക്കുലർ പ്ലേറ്റ് മാത്രം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിയാൻ നേരത്ത് ആർത്തർ ഒന്നും ഞെട്ടി. കാര്യം അവരെല്ലാവരും അന്തം വിട്ട പോലെ ആർത്തറിനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ആർത്തർ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? ഈ സമയത്ത് അവർ 3 പേരും ഒരേ സ്വരത്തോടെ ആർത്തറിന് ചോദിക്കുന്നുണ്ട്, അല്ല നീ പറഞ്ഞു വരുന്നത് നിനക്ക് അതേപോലത്തെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണോ? എന്നിട്ട് ഗുഡ്സ്കെ പറയുന്നുണ്ട്, അതെന്തായാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഞാനൊരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു ഐഡിയ കൊള്ളാല്ലേ? എന്നിട്ട് അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരി അവിടുന്ന് പോകുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ബാക്കിയുള്ള മേജ് ഗിൽഡിനോട് പോയി പറഞ്ഞിട്ട് വരാം, അവരുടെ റിയാക്ഷൻ എന്താണെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവളോട് പോയിട്ടുണ്ട്. ഈ സമയത്തോട്ടെ ഗിഡിയൻ ആർത്തറിനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ആർത്തർ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്ത് ചെയ്യുവാണ്? നിന്റെ തലയിടത്ത് വേറെ എന്തൊക്കെ ഒളിഞ്ഞിറപ്പുണ്ടെന്ന് നോക്കുവാണ്. ഈ ടൈമിൽ എജി പറയുന്നുണ്ട്, അല്ല പ്രൊഫസർ, ഇന്ന് പ്രൊഫസറിന്റെ ആദ്യത്തെ ദിവസമാണ് കേട്ടോ, ഇന്ന് തന്നെ താമസിക്കണോ? പിന്നെ കാണിക്കുന്നത് ആർത്തർ അവിടെ കൂടെ നടക്കുന്നതാണ്. പക്ഷെ ആർത്തറിന് പ്രോപ്പർലി ഒന്നും നടക്കാൻ പോലും പറ്റുന്നില്ല. അവൻ പറയുന്നുണ്ട്, കോപ്പ് ഫുള്ളി ഹീലാകുന്നവരെ ലെവൽ 7 ടോബിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ആ സമയത്ത് സിൽവർ പറയുന്നുണ്ട്, മര്യാദക്ക് ഇന്നാ പോരെന്നാ. പക്ഷെ പെട്ടെന്നായിരുന്നു ആർത്തറിന്റെ കാലിൽ തെറ്റി അവൻ നേരെ വീഴാനായിട്ട് പോയത്. പെട്ടെന്ന് അവൻ ഒരാൾ കയറി പിടിക്കുന്നുണ്ട്. അവൻ പറയും ചെയ്യേ, സോറി ഞാൻ വീഴാൻ പോയതെന്ന് പറഞ്ഞപ്പോഴാണ് അത് നമ്മുടെ പ്രിൻസസ് കാതലിനായിരുന്നു. പെട്ടെന്ന് അവൾ അവനെ എടുത്ത് നമ്മുടെ തോളിലേക്ക് ഇടുകയും ചെയ്യും. അല്ല നീ എന്ത് ചെയ്യുവാണ്? നിനക്കൊന്നാ നടക്കാൻ മേല, ബാ പതുക്കെ നടക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും മുന്നോട്ട് നടക്കും. ഇത് കാണാൻ നേരത്ത് ആർത്തന്ന് ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആർത്തറിൻ്റെ ആ ഒരു ക്ലാസ് ആണ് കാണിക്കുന്നത്. അവിടെ ഒത്തിരിയധികം പിള്ളേരുണ്ട്. പക്ഷെ അവരെല്ലാവരും ആർത്തറിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഇതെല്ലാം കേട്ടോണ്ട് ഫേർത്ത് അവിടെ ഇരിപ്പണായിരുന്നു. അവനെല്ലാം കേട്ടിട്ട് അവിടെ മിണ്ടാതിരിക്കുമായിരുന്നു. ഈ സമയത്ത് ആർത്തർ നടന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവർ നോക്കാൻ നേരത്ത് ആർത്തർ നമ്മുടെ പ്രിൻസസ് കാതലിനായിട്ടാണ് അവിടേക്ക് വരുന്നത്. ഇത് കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണ് തള്ളി പുറത്തു വന്നു. ഈ സമയത്ത് ഫേർത്ത് പറയുന്നുണ്ട്, ആർത്തർ നീ ശരിക്കും എൻ്റെ റൈവൽ തന്നെയാണ്. നിനക്ക് ശരിക്കും ഒരു എൻട്രൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാല്ലേ? ഈ സമയത്ത് ആർത്തർ ശരിക്കും ഞെട്ടി. അപ്പോഴാണ് അവൻ്റെ കാര്യം മനസ്സിലായത്. അവൻ ഇത്ര നേരം വന്നത് ഒരു പ്രിൻസസിൻ്റെ കൂടെയാണ്. അടുത്ത സെക്കൻഡ് ആർത്തർ പറഞ്ഞിട്ട്, ഒരു കാര്യം ചെയ്യാത്തില്ല, എന്തായാലും മതി, ഞാനിനി ബാക്കി കാര്യം നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവളുടെ സീറ്റിലേക്ക് പോയിരിക്കുകയും ചെയ്യും. ഈ സമയത്ത് ആർത്തർ അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പേര് ആർത്തർ ലെവിൻ, ഞാൻ ഡിസിപ്ലിനറി കമ്മിറ്റിയിലെ ഒരു മെമ്പറാണ്. അതുമാത്രമല്ല 2 വണ്ടർഫുൾ മേജസിൻ്റെ മകൻ കൂടിയാണ്. അതുമല്ല ഒരു ബ്രദറുമാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ പുതിയ
പ്രൊഫസറുമാണ്. ഇത് കേൾക്കാൻ നേരത്ത് എല്ലാവരും ഒരേ സ്വരത്തോടെ കൂവാൻ തുടങ്ങും. അവർ പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടാ, നീ എന്തായാലും ഞങ്ങൾ പഠിപ്പിക്കുന്നത് വേണ്ട, ഒരു ഫസ്റ്റ് ഇയർ ആണ് ഞങ്ങൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കിടന്ന് കാറുന്നുണ്ട്. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, സിൽവി ഒന്നില്ലെങ്കിലും എല്ലാവരും നല്ല എനർജറ്റിക് ആണല്ലേ. കോപ്പ് ഡയറക്ടർ ഗുഡ് സ്കൈ മറ്റൊരു പ്രൊഫസറിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ തലവേദന ഒന്നും എടുക്കണ്ടെന്ന് പറയാൻ നേരത്ത് പെട്ടെന്നായിരുന്നു ഒരു ശബ്ദം കേട്ടത്. ഒരുത്തനായിട്ട് അവിടേക്ക് ചാടി വന്നിട്ടുണ്ട്. അവൻ എണീറ്റ് നിൽക്കുകയും ചെയ്യും. ആർത്തർ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താണ് ചെയ്യുന്നത്? എനിക്ക് പെട്ടെന്ന് പ്രൊഫസർ ആകാനായിട്ട് തോന്നി. നീ ഒരു പ്രൊഫസറിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടല്ലേ നീ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. സോ ഞാൻ നിന്നെ ഡിഫീറ്റ് ചെയ്ത് എനിക്കും ഒരു പ്രൊഫസർ ആകാൻ പറ്റുമല്ലോ. ഇത് കേൾക്കാനത്ത് എല്ലാവരും കാറുന്നുണ്ട്. അത് തന്നെ കാണിച്ചു കൂടി, നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ പവറിനെന്ന് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ കിടന്ന് കാറാൻ തുടങ്ങി. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, ഡാ ഇത് കേൾക്കാൻ നേരത്ത് തന്നെ അവനൊന്ന് ഞെട്ടി. എന്നിട്ട് പറഞ്ഞു ചെയ്യും, മര്യാദക്ക് അവിടെ ഇരിക്കാൻ നോക്ക്. ഇത് കേട്ടപ്പോൾ തന്നെ അവൻ നേരെ താഴത്തേക്ക് വീണു. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, ഡയറക്ടർ ഗുഡ് സ്കൈ എനിക്ക് നല്ല ഒഫീഷ്യലായ ഡോക്യുമെന്റ്സ് ഒന്നും തന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനായിരിക്കും ഈ ക്ലാസ്സിന് മുതൽ എടുക്കാൻ പോകുന്നത്. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോവാവുന്നതാണ്. എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഈ ഇച്ചിരിയില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രൊഫസർ ആയെന്ന് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരും, അതേപോലെ പഠിപ്പിച്ചും തരും. അപ്പം നീ എങ്ങനെ ഇവിടെ ഇരിക്കുവാണോ അതോ ഇവിടുന്ന് ഇറങ്ങി പോകുവാണോ? ആ സമയത്ത് തന്നെ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് പറയുകയും ചെയ്യും, ഇല്ല ഞാൻ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവൻ്റെ സീറ്റിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് എല്ലാവരും ആർത്തറെ നോക്കുന്നുണ്ടെങ്കിലും ആർത്തർ പറയുകയും ചെയ്യും, എന്തായാലും ഇതൊരു പ്രാക്ടിക്കൽ മാനിപ്പുലേഷൻ ക്ലാസ് അല്ലേ, അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാം. സോ അറ്റ്മോസ്ഫിയറിൽ നിന്ന്, അതായത് നമ്മുടെ സറൗണ്ടിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് വേ ഏതാണ് മാന അബ്സോർവ് ചെയ്യാനായിട്ട്? ഈ സമയത്ത് തന്നെ അവരെല്ലാവർക്കും ഡൗട്ടായിട്ടിരിക്കും. പക്ഷേ പെട്ടെന്നാണ് ഒരു പെങ്കൊച്ച് കൈവൊക്കിയിട്ട് പറയുന്നുണ്ട്. അവൾ പറയുകയും ചെയ്യും, നാച്ചുറൽ ആയിട്ടുള്ള മാന നമ്മുടെ മാനക്കോറിലേക്ക് ഡയറക്റ്റ് അബ്സോർവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ. അത് മാത്രമല്ല അതുകൊണ്ട് നമുക്ക് സ്പെൽസും അതേപോലെ ടെക്നിക്സും കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, കറക്റ്റ്. ഈ സമയത്ത് അവൾ നേരെ ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും. സോ ബേസിക്കലി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അജൂമിനേറ്റേഴ്സും കോഞ്ചേഴ്സും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസും ഇത് തന്നെയാണ്. കാര്യം ഈ അജൂമിനേറ്റേഴ്സ് അവരുടെ മാനക്കോറും മാന ചാനൽസ് എന്നുള്ള മാന യൂസ് ചെയ്യുന്നിടത്ത് ഈ കോഞ്ചറേഴ്സ് ആവട്ടെ അവരുടെ ചുറ്റുപാടുള്ള മാനയാണ് കൂടുതൽ അബ്സോർവ് ചെയ്ത് അതാണ് കൂടുതൽ അവരുടെ വെയിൻസിലേക്ക് കൊണ്ടുവന്ന് യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ ചോദ്യം ഇതാണ്, രണ്ടുപേരും അവർ മാനയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അജൂമിനേറ്റേഴ്സ് മാത്രം അത് അബ്സോർവ് ചെയ്യുന്നത്? ഇത് കേൾക്കാനത്ത് എല്ലാവരും ഒന്ന് ഞെട്ടി. ആ സമയത്ത് വീണ്ടും അവൾ കൈപ്പൊക്കി. കാര്യം കോഞ്ചേഴ്സ് അവരുടെ മാന ഫിസിക്കൽ അറ്റാക്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ അവരുടെ മാന യൂസ് ചെയ്ത് കഴിഞ്ഞാണ് അറ്റ്മോസ്ഫിയറിലുള്ള മാനയൊക്കെ അവർ ഫോം ചെയ്യുന്നത്, അതായത് സ്പെല്ലാക്കിയൊക്കെ മാറ്റുന്നത്. കറക്റ്റ്, നീ വീണ്ടും കറക്റ്റ് ഉത്തരം തന്നെ പറഞ്ഞു. ശരിയാണ്, ഈ കോഞ്ചേഴ്സ് എന്ന് പറയുന്നത് അവരുടെ മാന അവരുടെ ഓൺ മാന തന്നെ യൂസ് ചെയ്താണ് സ്പെസിഫിക് ആയുള്ള കോഡും ബാക്കിയുള്ള സ്പെൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ കോഞ്ചേഴ്സ് എന്ന് പറയുന്നത് അജൂമിനേറ്റേഴ്സിനെ അപേക്ഷിച്ച് ലെസ് ആയുള്ള മാന മാത്രം മതി എങ്കിൽ ഈ കളർ യൂസ് ചെയ്ത് ഒരു മേജിന്റെ മാനക്കോറ് മെഷർ ചെയ്യുന്നത് അത് ആക്യുറേറ്റ് ആണോ? ഇതൊക്കെ കാണത്ത് എല്ലാവരും ഞെട്ടി. അവർ പരസ്പരം ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ ടൈമിൽ ആർത്തർ പറയുകയും ചെയ്യും, എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു ചോദ്യമാണ് വരുന്നത്. പക്ഷേ എങ്കിൽ ഞാൻ 6 പേരെ ഇവിടേക്ക് വിളിക്കാം. 6 വോളണ്ടിയേഴ്സിനെ എനിക്ക് ആവശ്യമുണ്ട്. അവരിവിടേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കും. കോഞ്ചേഴ്സ് എൻ്റെ ലെഫ്റ്റ് സൈഡിലും അജൂമിനേറ്റേഴ്സ് എൻ്റെ റൈറ്റ് സൈഡിലും വന്ന് നിൽക്കൂ. എന്തായാലും ഈ ഒരു എക്സർസൈസിന് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സ്പെൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ കോഞ്ചേഴ്സ് നിങ്ങൾ എന്തായാലും വാണ്ട് യൂസിൻ്റെ കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവരുടേതായ സുപരിചിതമായ കുറച്ചധികം അറ്റാക്സ് അല്ലെങ്കിൽ കുറച്ചധികം മാച്ചൊക്കെ അവിടേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അജൂമിനേറ്റേഴ്സ് നിങ്ങൾ ആ സ്പെല്ല് ലോഞ്ച് ചെയ്യണം. പിന്നെ കോഞ്ചേഴ്സ് നിങ്ങൾ ആ സ്പെല്ല് തിരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ അബ്സോർവ് ചെയ്യണം. ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും നന്നായിട്ട് ഞെട്ടി. ആർത്തറാട്ടെ നൈസിലൊന്ന് ചിരിച്ച് കാണിക്കുകയും ചെയ്തു. പിന്നെ കാണിക്കുന്നത് ഈ അജൂമിനേറ്റേഴ്സ് ആയിട്ട് അവിടെ സ്പെല്ല് പുറത്തേക്ക് കോഞ്ചർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ലായിരുന്നു. ഈ സമയത്ത് കോഞ്ചേഴ്സ് ആയിട്ട് ആ സ്പെല്ല് അബ്സോർവ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മുഖത്തേക്കൊക്കെയാണ് വീഴുന്നത്. ഈ സമയത്ത് ക്യാത്തലിനെ നൈസിലൊക്കെ നൊപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ആർത്തർ പറയും ചെയ്യും, ക്യാത്തലിന് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഈ സമയത്ത് അതിൻ്റെ 2 പേര് കിടന്ന് ആർത്തറിൻ്റെ പറയുന്നുണ്ട്, ഇതൊന്നും മണ്ടത്തിലാണ്, ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? കോഞ്ചേഴ്സിന് എങ്ങനെയാണ് അത് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നത്? അത് മാത്രമല്ല അജൂമിനേറ്റേഴ്സിന് എങ്ങനെയാണ് ഇത് വിടാൻ പറ്റുന്നത്? നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. ആ സമയത്ത് പെട്ടെന്ന് ആർത്തറുടെ അറ്റാക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് ദൂരത്തേക്ക് വിട്ട് കാണിക്കും. അല്ല നീ എന്താ പറയുന്നത്? ഇത് കാണുന്നിടത്ത് ഞങ്ങൾ ഇംപ്രസ് ചെയ്യണമെന്നാണോ? അല്ല, ഇത് ഓറഞ്ച് സ്റ്റേജിലെത്തിയ എല്ലാവർക്കും തന്നെ ചെയ്യാൻ സാധിക്കുമല്ലോ. ഓ അത് ശരിയാണല്ലേ. എങ്കിൽ ഇതൊന്നും നോക്കുന്ന പറഞ്ഞോട് അത് ഒരു ഹ്യൂജ് ആളൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതാട്ടെ അവിടെ പോയിടിച്ച് ഒരു വലിയൊരു അറ്റാക്കായിട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ നിങ്ങളെന്തായാലും ഇത് കണ്ട് കാണത്തില്ലല്ല, ഒരു ഓറഞ്ച് സ്റ്റേജിലുള്ള അജൂമിനേറ്റർ ഇത് ചെയ്തുകൊണ്ട് എന്തായാലും ഇതെനിക്ക് ആക്യുറേറ്റ് അല്ല ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഇപ്പോൾ സാധിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാവുന്നതാണ്, ഇത് നിങ്ങളെ കൊണ്ടും സാധിക്കും. സോ ആദ്യം ആരാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ആർത്തർ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. അത് കഴിയാൻ നേരത്ത് അവരെല്ലാവരും ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുവാണ്. കുറേ പിള്ളേർക്ക് ഇപ്പോഴും നല്ല ഡൗട്ടൊക്കെ ഉണ്ട്. ആർത്തറായിട്ട് സിൽവി ചോദിക്കുന്നുണ്ട്, സിൽവി എൻ്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു?
എനിക്കറിഞ്ഞൂടാ, ഞാൻ ഫുൾ ടൈം കിടന്ന് ഉറങ്ങുമായിരുന്നു. ഈ സമയത്ത് ആർത്തർ അവിടെ ഒരു ബെഞ്ചിൽ പോയി ഇരിക്കുകയും ചെയ്യും. എന്തായാലും പ്രൊഫസർ ആയത് നന്നായി, എനിക്ക് ക്ലാസ് എപ്പോഴെങ്കിലും എൻഡ് ചെയ്യല്ലോ. ഈ സമയത്ത് സിൽവിയായിട്ട് അവിടെ ഒരു പൂമ്പാലയായിട്ട് ഇരുന്ന് കളിച്ചിട്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കാത്തലിൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ സീറ്റ് ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ? ആ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, പിന്നല്ലാതെ നിനക്കിത് കാണാമല്ലേ. ഈ സമയത്ത് തന്നെ അവൾ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇടാത്തപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞാൽ വന്നിരിക്കാൻ നോക്ക്. അങ്ങനെ അവളോടൊന്ന് ഇരിക്കുകയും ചെയ്യും. ആർത്തർ പറയും ചെയ്യും, ഈ പെണ്ണ് എന്താണ് ചിന്തിക്കണമെന്ന് എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എന്തായാലും ഇന്നത്തെ ക്ലാസ് അത് ശരിക്കും കൊള്ളായിരുന്നു, താങ്ക്സ്. പക്ഷേ അത് കഴിയുമ്പോൾ അവിടെ ഒരു നീണ്ടൊരു സൈലൻസ് തന്നെ വരും. ഈ ടൈമിൽ ആർത്തർ ആലോചിക്കുന്നുണ്ട്, ദൈവമേ ഇവൾ എന്താണ് ഒപ്പിക്കുന്നത്. പെട്ടെന്ന് അവൾ പറയും ചെയ്യും, ആർത്തർ എനിക്ക് നിന്നോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനോടെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. സോ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കുമോ കാത്തലിൻ എന്തുമായിരിക്കും നമ്മുടെ ആർത്തറിനോട് പറയാൻ പോകുന്നതെന്ന്?